Happy morning, all. Yes, happy morning to you all. Hello, good morning. Shajila ma'am. Hi, good morning all. Good morning. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? Yes. ഓക്കെ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷെജീല എന്നാണ്. ഞാൻ മോർണിംഗ് സർക്കിളിൽ മുമ്പ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനിരുന്നിരുന്ന മാം ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഓവർകം ഷൈനസ് എന്നുള്ളതാണ്. ഷൈനസ് നമുക്ക് ഇപ്പൊ കുറച്ച് ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ഭയങ്കര ഷൈ ആയിട്ട് ഇരുന്നവരൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ? തീർച്ചയായും. ഇപ്പോഴും ഉണ്ടാവില്ലേ? നമ്മൾക്കൊക്കെ എനിക്കുണ്ട്, നല്ല ഷൈനസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാനും. കുറെയൊക്കെ മാറ്റം വന്നിട്ടുള്ളതാണ് ഇപ്പൊ. അപ്പൊ ഈ ഷൈനസ് കൊണ്ട് പലപ്പോഴും പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവില്ലേ നമുക്ക്? Yes, of course. അതെ. ഇപ്പൊ ഈ ഷൈനസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിക്കുക എന്തെന്നാ, നമുക്ക് നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മളത് ആ സമയത്ത് വലിയ കാര്യമായിട്ട് തോന്നൂല. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ അത് അങ്ങനെ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുക അല്ലേ? അപ്പൊ ഒരു ഷൈനസ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് പേഴ്സണാലിറ്റി അല്ല, അതൊരു ഇമോഷൻ മാത്രമാണ് അല്ലേ? അത് നമുക്ക് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് അത് മാറ്റണം എന്ന് ചിന്തിച്ചിട്ട് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് മടി തോന്നുക, സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാതെ മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഷൈനസ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കാം. ഷൈനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാനോ ചെയ്യാനോ ആഗ്രഹമുള്ള കാര്യങ്ങള് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, തെറ്റിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ച് വേണ്ടാന്ന് തീരുമാനിക്കുന്നതാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള ഷൈനസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? അത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനും പറ്റും. എന്നാൽ ചില ആളുകൾക്ക് സോഷ്യൽ സിറ്റുവേഷൻസിനോട് വളരെയധികം ഭയം തോന്നാറുണ്ട്. ഇത് അവർക്ക് ആങ്സൈറ്റിയും ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണമാവാറുണ്ട്. അപ്പോ നമ്മൾ ഷൈ പേഴ്സണാലിറ്റി ഉള്ള ആളാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് നോക്കേണ്ടത് അല്ലെ? നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മളൊരു സമയത്ത് നല്ല ഷൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിയർ ഉള്ള ആളുകളൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മളുടെ കുറെ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇനി ഇപ്പൊ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകളോ ഒക്കെ ഇതുപോലെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുക. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഷൈ ആയിട്ട് ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മളുടെ മക്കളായാലും. അപ്പൊ ഇനി അവർക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അതെങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോ ഷൈനസ് ഓവർകം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഷൈനസിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരാള് ഷൈ ആവാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, അതെന്താണെന്ന് തിരിച്ചറിയാം. കൂടുതലായും ഷൈ ആവാനായിട്ട് മെയിനായിട്ട് 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് വിചാരിക്കുന്നതാണ്. അതായത് ഞാൻ ഭയങ്കര ഷൈ ആണ്, എനിക്ക് അതിന് കഴിയില്ല എന്ന്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക? നമ്മളൊരു കാര്യത്തിനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര നമുക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റും, നല്ല പ്രിപ്പയർഡ് ഒക്കെ ആയാലും ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആവുന്നൊക്കെ തോന്നും. അപ്പൊ അത് നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ഒരു
ചിന്തിക്കുന്നതാണ്. അത് നമ്മളിങ്ങനെ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പേടി തോന്നും, അല്ലെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും, നമ്മൾ പറയുന്നത് ശരിയാണോ, അങ്ങനെയുള്ള കുറെ ചിന്തകൾ അത് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മറ്റുള്ളവര് നമ്മളെ പറ്റി പറയുന്നത്. അതായത് നമ്മളെ കുറിച്ച് നമ്മൾ കുറച്ച് ശരിയായിരിക്കും നമ്മുടെ ഒരു ക്യാരക്ടർ. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ചുറ്റുള്ളവരോ വീട്ടിലുള്ളവരോ ഫ്രണ്ട്സോ അവരൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാതാക്കും. അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പറയില്ലേ, ആ കുട്ടി ഒന്ന് കുറച്ച് കഴിഞ്ഞ ഒന്ന് ആക്റ്റീവ് ആവും, പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു ഷൈനസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയാണ്, അതങ്ങനെ ആരോടും മിണ്ടൂല എന്നുള്ളത് പറയുമ്പോ എന്താ അവർക്ക് പിന്നെ പറയാമെന്ന് വിചാരിക്കുന്ന കാര്യം കൂടി ഇല്ലാതായി പോകും. അതിനാണ് മെയിൻ ആയിട്ട് വരുന്ന ഷൈനസിനുള്ള 2 കാരണങ്ങൾ പറയുന്നത്. അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യാന്ന് വെച്ചാല് സ്വയം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അല്ലെ, നമ്മുടെ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അത് നമ്മൾ സ്വയം മനസ്സിലാക്കാം. നമ്മുടെ വീക്ക് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായി നമ്മുടെ മറ്റു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിക്കാം. നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലൊന്നും വീക്ക് ആയിരിക്കില്ല, പല കഴിവുകളും നമുക്ക് ഉണ്ടാവും. ഇപ്പോ ഇങ്ങനെ പ്രസന്റേഷൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതാനോ ഈ ഒരു പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളായിരിക്കും. അപ്പൊ നമ്മുടെ മറ്റുള്ള ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാം. മാറ്റാൻ കഴിയുമെന്നും ഉറച്ചു വിശ്വസിക്കുകയും നമ്മൾ അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഇപ്പൊ ഷൈനസ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത്. അതെന്താ, നമ്മൾ തന്നെ വിചാരിച്ചിട്ട് നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് മാറുള്ളൂ. നമ്മൾ ഷൈ ആണെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ മറ്റാരെക്കാളും നമ്മളെ നമുക്കറിയാം എന്നും മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ്സ് കേൾക്കേണ്ടതില്ല എന്നും നമ്മൾ വിശ്വസിക്കുക. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ ഇതൊക്കെ മാറ്റി ഷൈനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നാൽ തന്നെ ഇപ്പൊ ഷൈനസ് ഉള്ള ഒരാള് ഒരു കാര്യത്തിലേക്ക് വന്നു, അപ്പൊ കുറച്ച് അപാകതകളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് ആ ടൈമിൽ അങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുമല്ലോ ഒരു കമന്റ്, അപ്പൊ അത് അവരെ ഒന്നും കൂടെ തളർത്തും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മടിയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെയ്തല്ലോ എന്നുള്ളൊക്കെ ഒരു കമന്റ് കേൾക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. അടുത്തത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഷൈ ആവുന്നത് എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഏതൊക്കെ അവസരങ്ങളിലാണ് ഷൈനസ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മൾ കുറെ ആളുകളായിട്ട് ഇടപഴകുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് കാറ്റഗറിയിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഷൈനസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മളെക്കാൾ അതോറിറ്റി കൂടുതലുള്ള നമ്മുടെ ബോസ് അവരോടായിരിക്കാം. അവരോട് എന്തെങ്കിലും നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് നമുക്ക് അതിനെ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അപ്പോ നമുക്കൊരു സ്ട്രെയിൻ വരുമല്ലോ വർക്കിന്റെ. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ അവര് നമ്മളടുത്ത് പറയണ്ടാവും അത് അങ്ങനെയാണെന്നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ചിലപ്പോൾ അത് പറയില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാനല്ല അത് ചെയ്തതെന്നോ തിരിച്ചു പറയില്ല. അപ്പൊ അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് ലവർ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോഴാണോ, പിന്നെ ടീച്ചേഴ്സ് കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയില്ല അല്ലെ. അപ്പൊ അതെന്താണ്, ഒരു അങ്ങനെ പറയാനൊക്കെ ഉള്ളൊരു ട്രബിളാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പൊ അതിൽ എവിടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ഫീൽ ചെയ്യണമെന്നുള്ളത് ആദ്യം ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അടുത്തത് നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റിലെ കാര്യങ്ങൾ കീഴടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം മാറ്റിയെടുക്കുക, കൂടുതൽ ഫെയർ ഉള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് കിടക്കാം. അതായത് ചെറിയ കാര്യത്തിന്റെ ഫിയർ മാറ്റിയെടുത്ത് വന്നാല് ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കുള്ള ഷൈനസ് ഒന്ന് മാറ്റിയെടുത്തിട്ട് അതൊരു പ്രാവശ്യം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സമാധാനം കിട്ടും. പിന്നെ കുഴപ്പമില്ല, ഇനി അടുത്ത തവണ കുറച്ചും കൂടി നന്നാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ തോന്നും.
അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അടുത്തത് സ്പോട്ട്ലൈറ്റ് എഫക്റ്റിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് സോഷ്യൽ സിറ്റുവേഷനെ ഭയക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എല്ലാവരും എപ്പോഴും അവരെ തന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലെ, നമ്മള് ഇപ്പൊ ഫിയർ ഉള്ളവരും ഷൈനസ് ഒക്കെ ഉള്ള ആളുകൾ മനസ്സിൽ ചിന്തിക്കുന്നതാണ്, അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും, നമ്മുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങളൊക്കെ അത് അവർക്ക് നമ്മളോട് അങ്ങനെ തോന്നുന്നുണ്ടാവും എന്നുള്ളൊരു ചിന്ത ആണത്. എപ്പോഴും അവര് നമ്മളെ തന്നെ നോക്കുക. ഇപ്പൊ നമ്മള് ഒരു മീറ്റിംഗ് നടക്കണതിന്റെ ഇടയിൽ നമ്മൾ എഴുന്നേറ്റ് പോവാണെന്ന് വിചാരിക്കുക. നമുക്കൊന്ന് വേഗം പോകണ്ടോന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തുനിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കേണ്ടതെന്ന് നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ അത്യാവശ്യമാണ് താനും. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഇവരെല്ലാരും ഇപ്പൊ എന്നെ നോക്കും, അല്ലെ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. അപ്പോ ചിലപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടാവൂല. അതാണ് ഇപ്പൊ പറഞ്ഞത്. സത്യത്തിൽ അവരിതൊന്നും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളായിരിക്കൂല. അവര് വേറെ വല്ല കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കണ്ടാവുക, അല്ലെങ്കിൽ അവർ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ കാര്യപ്പെട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും അവിടെ നിന്ന് എഴുന്നേൽക്കാണ്ട് അവിടെ തന്നെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും ഇപ്പൊ ഞാനിങ്ങനെ പോകുന്നുണ്ടാ നോക്കൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അവരിതൊന്നും ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളെ തോട്ട്സ് ആണ്. അപ്പൊ അതൊക്കെയാണ് ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിനെ ഭയന്ന് ഉൾവലിഞ്ഞു പോകുന്നവര്, അങ്ങനെയുള്ളവരാണ് ഇപ്പൊ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ. അടുത്തത് ഇല്യൂഷൻസ് ഓഫ് ട്രാൻസ്പെറൻസിയെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് ഷൈനസ് ഉള്ളവരുടെ ഉള്ളിലുള്ള ആങ്സൈറ്റിയും ഫിയറും ഒക്കെ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയാണത്. നമുക്ക് ഷൈനസും ഫിയറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്താ, നമ്മുടെ ഉള്ളില് ചില ആൾക്കാർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും, ഇങ്ങനെ കൈ ഷിവർ ചെയ്യും, അല്ലെ, സൗണ്ട്, അതിനൊക്കെ വ്യത്യാസം വരും. അപ്പോ ഇവര് വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവരെല്ലാരും കാണുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കും. അപ്പൊ എന്താ, കുറച്ചും കൂടെ നമ്മൾ ഡൗൺ ആവും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റേജിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചാല് സ്റ്റേജിൽ കയറുന്ന സമയത്ത് എന്തായാലും ഒരു ഫിയർ ഉണ്ടാവും. അത് മറ്റുള്ളവര് അറിയുന്നുണ്ടെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് നമ്മളെ എന്താവും, അപ്പൊ കൂടുതൽ ടെൻഷൻ ആവും. അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു, നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അറിയാനുള്ള കഴിവ് മറ്റാർക്കും ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് വിശ്വസിക്കുക. അത് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. അതായത് എല്ലാവർക്കും ഉണ്ടാവില്ലേ, സ്റ്റേജിൽ കയറുമ്പോൾ അത് എത്ര ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ ഒരു കയറുന്ന ടൈമിൽ ചെറിയൊരു ഒരു ഒരു ഫിയർ ഉണ്ടാവും. പക്ഷെ അത് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ അത് മാറും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പൊ ചില ആൾക്കാർക്ക് അതിന് കുറച്ചും കൂടി ഈ ഷൈനസ് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അത്. അവർക്കും അങ്ങനെ തന്നെയാണ്. അവരതൊന്ന് കേറി ആ മൈക്കൊന്ന് പിടിച്ച് ആ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഒന്ന് സംസാരിച്ച് തുടങ്ങി മറ്റുള്ളവരൊക്കെ എന്താണ്, ഇവർക്ക് പേടിയുണ്ടെന്നോ അങ്ങനെയുള്ള ചിന്തയിലല്ല ഇരിക്കുന്നത്. ഇവര് പറയുന്ന വാക്കുകൾ കേൾക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആ സമയത്തൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിക്കഴിഞ്ഞാല് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് മാറും. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ഫേസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിന് കടക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ സ്റ്റേജിൽ കയറി അതൊക്കെ ചെയ്യാന്നുള്ളതല്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാരൊക്കെ ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരു 2 വാക്ക് സംസാരിക്കാൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു അവസരമാണെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാം. പലപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ട് ചിലപ്പോ സ്റ്റേജിലേക്ക് ഒരു പ്രൈസ് വാങ്ങിക്കാൻ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവര് പറയും പ്രൈസ് വാങ്ങി പോരാന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അവര് 2 വാക്ക് പറയാൻ പറഞ്ഞാലോ അപ്പോ അവിടെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോ അതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ അറ്റാച്ച്മെന്റ് തിയറി തിരിച്ചറിയാന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിൽ ഒരു രീതിയിലായിരിക്കും അല്ലെ, ഭയങ്കര ചിലപ്പോൾ നന്നായിട്ട് ഫ്രീ ആയിട്ട് എന്തും പറയാം എന്നുള്ള രീതിയിലായിരിക്കും. ഇനി മേലുദ്യോഗസ്ഥന്റെ ഒരു മുന്നിലെത്തുമ്പോഴോ നമ്മൾ കുറച്ചും കൂടെ ഫോർമൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കും. പിന്നെ വീട്ടിലാണെങ്കിലോ അതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ
ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ഈ ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ഏതിലാണ് നമ്മൾ കൂടുതൽ ഇടപഴകുമ്പോൾ നമുക്ക് കൂടുതൽ ഷൈ ആവുന്നു തിരിച്ചറിയാം. ചില ആളുകൾക്ക് ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർക്കിളാണ് നമുക്കുള്ളതെങ്കിൽ എന്താണ് അവർക്ക് അവിടെ ആയിരിക്കും ഷൈനസും ഫിയറും ഉണ്ടാവുക, അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഓക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റിനെ പിടിച്ചിട്ട് ആരെങ്കിലും ഒരാള് സംസാരിച്ചാൽ മതി, അവരുടെ ഫുൾ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെക്കാൾ ഭംഗിയുള്ള അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഷൈനസ് തോന്നാം. അത് ഈ കൂടുതലും ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം ചിലപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും, നിന്റെ ആ ഒരു നിനക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ, അപ്പൊ അതുള്ള ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ഷൈനസ് ഫീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്താണ് ശരിക്കും യഥാർത്ഥത്തില് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ചിന്ത ഉണ്ടാവോ? ഇപ്പൊ നമ്മൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ? അല്ലല്ലോ. അപ്പോ ഇതാണ് ഈ ഷൈനസ് ഉള്ള ആളുകൾ അപ്പൊ വിചാരിക്കുന്നതാണ്, അയ്യോ എനിക്ക് ഇങ്ങനെയാണല്ലോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയൊക്കെ നിൽക്കുന്നവരുണ്ടാവും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ എന്താണ്, അങ്ങനെയൊന്നുമില്ല. അവർക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളായിരിക്കാം, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പോ അങ്ങനെ സംസാരിക്കുന്നതിന്റെ ആ ഒരു ഫ്ലോ പോലും അവർ കൊണ്ടുവരാതെ നിൽക്കുന്നവരുണ്ട് ഈ ഷൈനസ് ഉള്ളവര്. അപ്പോ അങ്ങനെ അങ്ങനെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ സംസാരിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന ഒരു നോർമൽ ടോക്കാണ്, അല്ലാതെ നമ്മളെ വിലയിരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ കുറെ ചിന്തകൾ ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരം ചില കാര്യങ്ങളിൽ നിന്നുള്ള ഷൈനസ് നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇതാണ്. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഷൈനസ് ഒഴിവാക്കാനുള്ള ഗോൾ സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ, ഇന്ന് നമ്മള് സ്ട്രേഞ്ചറിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, നമ്മൾ കുറെ കാലം എത്തിയിട്ടുള്ള ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് കോൾ ചെയ്യേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല ഷൈനസ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പേടിയില്ലാതെ ഡൗട്ട് ചോദിക്കും. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കണതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ വല്ലതും പറയുമോ? അവർക്ക് അതാണല്ലേ, നമ്മൾ ഡൗട്ട് ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോ അതിൽ നിന്നൊക്കെ ഞാൻ ഇന്നൊരു ഡൗട്ട് ചോദിക്കും, എനിക്ക് ഇന്നൊരു തോന്നുന്ന ഡൗട്ട് ഞാൻ എന്തായാലും ടീച്ചറിന്റെ അടുത്ത് ചോദിക്കും, അങ്ങനെ തീരുമാനിക്കാം. അതുപോലെ ചർച്ചകൾ, എന്തെങ്കിലും ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായം ഉണ്ടാവും, പക്ഷെ പറയൂല. ഇപ്പൊ നമ്മൾ ഇതുപോലെ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയല്ലോ, ഫീഡ്ബാക്ക് പറയൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അല്ല, ചിലവർക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ചാറ്റ് ബോക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷെ ഷൈ നന്നായിട്ടുള്ളവരുണ്ടാവാം. അത് അതിന് അവസരം ഉണ്ടായാലും എന്താവും, ചിലപ്പോ പറയാണ്ടിരിക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ അത് പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്തു വരിക. ഇനി ചെറിയ സംസാരങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ പറഞ്ഞു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുക എന്നുള്ളത്. അതായത് എല്ലാ കാണുന്നവരോടൊക്കെ അല്ല, ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലും പോയി, അപ്പൊ ഒന്ന് നമുക്ക് ആ ഒരു റൂട്ട് കറക്റ്റ് അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ നമ്മൾ ഇന്റൻഷ്യലി എന്താവാ, നമ്മൾ സോഷ്യൽ ആയിട്ടുള്ള അല്ലെ, സോഷ്യൽ കമ്മ്യൂണിക്കേഷനും നമുക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും. അപ്പൊ അതൊന്ന് മറികടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അവിടെയുള്ള ഒരു കടയിലോ അല്ലെങ്കിൽ അവിടെ കാണുന്ന ആരോടെങ്കിലും അങ്ങോട്ടുള്ള വഴി ഒന്ന് പറഞ്ഞു തരോ? അത് നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മൾ എടുക്കാം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാത്ത ഒരാളിന്റെ അടുത്ത് കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒക്കെ തുടങ്ങിയിട്ട് ആ ഒരു മടി ഉണ്ടല്ലോ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള, അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളിങ്ങനെ ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ ചെറിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ള ഇത് കിട്ടുക. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കുക, ഞാൻ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോവുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരെ മടി ഉണ്ടാവും. ചിലപ്പോ ബാങ്കിലൊക്കെ പോയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ
അയ്യോ ഇവിടെ എന്താണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്, നമുക്കറിയാം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യാന്നൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ പോലും എന്ത് ചെയ്യൂല, ചില കാര്യങ്ങൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും ചിലപ്പോൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാവില്ല. ചിലപ്പോൾ ചിലതിൽ നമ്മൾ അഡ്രസ്സും പേരും മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതിലൊക്കെ എന്താണ്, എന്നാ നമ്മളത് ആരോടെങ്കിലും ചോദിക്കുവോ? അതും ചെയ്യൂല. അത് ഇങ്ങനെ കുറെ നേരം വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പലരും ബാങ്കിൽ അങ്ങനെയുള്ള അവർക്ക് എഡ്യൂക്കേഷനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിനും പേടിയുള്ളവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരിക്കുന്ന ലേഡീസ്, പുറത്ത് അങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാത്ത ഹൗസ് വൈഫ്, അങ്ങനെയുള്ള ആളുകളിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എൻക്വയറി, അതെന്ത് ചെയ്യും, നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്ക് അങ്ങനെ പറയും അല്ലെ. അതുപോലെ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും ഒക്കെ കൂട്ടിപ്പോവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ബാങ്കിൽ പോവാ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെ നമ്മളെ കളിയാക്കേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യൂല. നമ്മളത് ചോദിച്ചു നോക്കുന്നില്ല, ട്രൈ ചെയ്യുന്നില്ലല്ലോ. അപ്പോ അങ്ങനെ ചെയ്തു നോക്കുക. അത്രയും ഷൈനസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളെ സ്വയം മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് കൂടുതലും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരൊക്കെ വെച്ചിട്ടായിരിക്കും? ഷൈനസിന്റെ, നമുക്ക് നല്ല ഷൈനസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് നമ്മളെക്കാൾ കഴിവുള്ള, സോഷ്യലി എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുക അല്ലേ. അപ്പൊ എന്താണ്, അപ്പൊ ഒരിക്കലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂലല്ലോ. അവര് സോഷ്യലി നന്നായിട്ട്, ഇപ്പൊ നമ്മള് അങ്ങനെ നമുക്ക് നല്ല ഷൈനസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് എന്താ ചെയ്യാ, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സോഷ്യലി പല കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. അപ്പൊ അവരുടെ ഒരു സ്പീച്ച് നമ്മൾ കേട്ട് കൊണ്ടിരുന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ലല്ലോ. നമ്മൾക്ക് അത്രയും ഷൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ സർക്കിളിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഒരു 5-10 ആളുകൾ നിൽക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ചോദിക്കാനുള്ളത് ചോദിക്കെങ്കിലും ചെയ്യാ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെന്നും വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്താൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് വരില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയം കെയർ ചെയ്യുക, സ്വയം ഇംപ്രൂവ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഈ ഒരു ഷൈനസ് നമുക്ക് അതിൽ നിന്നും ഓവർകം ചെയ്ത് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോ എത്രയാണ് ഷൈനസിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങള്. ഷൈനസ് ഉള്ള ആളുകള് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഇപ്പോ മാറിയിട്ടുണ്ടെങ്കിലും. അപ്പൊ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് പറയോ? ഇപ്പൊ നമ്മള് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ആവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? അതെ അതെ, ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കോൺഫിഡൻസും കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. കോൺഫിഡൻസ് ഇല്ലാണ്ടായാൽ തന്നെ നമുക്ക് ഇത് കൂടെയുള്ളൂ. ശരിക്കും ഷൈനസ് ഉണ്ടെങ്കിൽ, ഷൈനസ് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ഈ ടൈമിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന എനിക്ക് വരെ നല്ല ടെൻഷനോടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ നമ്മളത് ചെയ്തു നോക്കുമ്പോ എന്താണ്, നിങ്ങളുടെ കമന്റുകളും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കേട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ അത് മാറുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, അത് പറ്റുമെന്നുള്ള. അപ്പൊ ഇതൊക്കെ താനെ പോവല്ലേ ചെയ്യുന്ന. അതെ അതെ, നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം ഇതാണ്. എനിക്ക് മൊത്തത്തിൽ മറ്റുള്ളവരോട്, പുറത്തുള്ള ആളുകളോട് സംസാരിക്കാനും അങ്ങനെ ഒരു ചമ്മലും ഇതൊക്കെ ആയിരുന്നു കേട്ടാ. പിന്നെ ഞാൻ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ക്ലാസ്സുകളൊക്കെ ഇതുപോലെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചാണ് അത് ശരിയായി വന്നത് കേട്ടാ. നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഒന്നും നടക്കൂല.
അപ്പൊ ഇപ്പൊ കുറെയൊക്കെ എന്റെ മാറി, ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ കൂടി അങ്ങനെ. അപ്പൊ അതുപോലെ നമ്മളുടെ ഇപ്പൊ മോർണിംഗ് സർക്കിളിൽ തന്നെ നമ്മൾക്ക് അറിയാം, നമ്മളൊരു ഫാമിലി പോലെയാണ്. ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇനി നമ്മൾ ചോദിക്കുന്നത് അത്ര വലിയ കാര്യമല്ലെങ്കിലോ ഒരു പൊട്ടത്തെറ്റാണെങ്കിലോ എന്നൊന്നും ആലോചിച്ചൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ടെൻഷനൊക്കെ മാറുക, ഫിയർ ഒക്കെ കുറയുക. അപ്പൊ ഇങ്ങനെ മിണ്ടാതിരിക്കണവരൊക്കെ എന്തായാലും മുന്നോട്ട് വരണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് പറയണം. അതുപോലെ അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുക. അതെ, മാഷാല്ല, നല്ലൊരു ഗ്രൂപ്പാണ്. നമുക്കറിയാലേ, നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറെ ആളുകൾ, എല്ലാവരും. അത് നമ്മുടെ ഒരു ലെവൽസ് വെച്ചിട്ട് നോക്കേ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എല്ലാത്തിനും. നമ്മൾ എല്ലാ ക്ലാസ്സുകളും ചെയ്യുമ്പോ വിചാരിക്കാറുണ്ട് എന്നതുപോലെ ഈ ഷൈനസ് മാറാൻ ഇപ്പൊ നമ്മളൊന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ചിന്തയാണ് നമ്മൾ പറയുന്നത് തെറ്റാണോ എന്നുള്ളത്. പക്ഷെ അവർക്ക് ഓൾറെഡി നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഷൈനസ് ഉള്ളപ്പോ അവര് ചിന്തിക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോശമായി പോവോന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ. അതല്ലാണ്ട് വലിയ വലിയ ഇതൊന്നല്ല നമ്മൾ. തുടക്കം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാവരും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ, ഞാനടക്കം എല്ലാവരും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, ചോദിക്കുക, ഫീഡ്ബാക്ക് ഒക്കെ പറയുക. താങ്ക് യു. മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഷൈനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ ശരിക്കും അത് പ്രശ്നമാക്കും. അത് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ പാരന്റ് സെമിനാറൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ പറയുമ്പോൾ എന്നെ എങ്ങനെയായിരിക്കും ആളുകൾ ശ്രദ്ധിക്കുക, അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അവർക്ക് എന്ത് തോന്നും, അതൊരു നെഗറ്റീവ് ആവോ, ഇങ്ങനത്തെ ഭയങ്കര ചിന്തകളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആക്ച്വലി ഞാൻ ത്രിപുരയിലാണ്. അറിയാലോ, ത്രിപുര കേട്ടിട്ടുണ്ടല്ലോ, ആസാമൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു സ്റ്റേറ്റ് ആണ്, അഗർത്തല എന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ സെമിനാർ നമുക്ക് മലയാളത്തിൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പൊ സെയിം ഈ പ്രശ്നം തന്നെ, കോൺഫിഡൻസ് ലെവൽ മാറും, എന്ത് ചെയ്യും, അങ്ങനെ. പക്ഷെ ആദ്യത്തെ ഒരു സെമിനാറിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികള്, അവര് നമ്മൾ എന്താണോ നമ്മുടെ അടുത്ത് നിന്ന് അറിവ് കിട്ടാൻ ഇരിക്കുന്നത് അതേപോലെ ആയിരിക്കും. ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കും, ഇതെന്താ അങ്ങനെ ഇങ്ങനെ. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ കേൾക്കുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതില് എന്താ പറയാ, ഇപ്പൊ ഞാൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ടാണ് ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ക്ലാസ് എടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു നമ്മൾ പറയില്ലേ, ഒരു ബ്രേക്കിംഗ് പോയിന്റ്, അതാണ് വേണ്ടത്. അത് കേരളത്തിൽ നിന്ന് വന്നാൽ അത് നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടാൻ പലർക്കും ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ചാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കേറിക്കോളാം. നമ്മളെ പോലെ നമ്മളേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രോബ്ലം വന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇപ്പൊ മാം പറഞ്ഞ പോലെ ക്ലാസ് നന്നായിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ഡിസ്കഷൻ, ഇത് വരുമ്പോ ആരാണോ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് അവർക്കതൊരു വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് എല്ലാവരും തരണം. ഞാനിതിൽ കാണാറുണ്ട്, കുറേ പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പില്. പക്ഷെ അവരില് വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ഫീഡ്ബാക്ക്. പക്ഷെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്, 100% യൂസ്ഫുൾ ആവുന്നുണ്ട്. ഓരോ ദിവസത്തെ പ്രത്യേകിച്ച് വെൻബിളിലെ ഓരോ ടോപ്പിക്ക് ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ ഈ ഒരു എന്താ പറയുക, സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയി നിൽക്കുന്നവർക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സംസാരിച്ചു തുടങ്ങണം, ചാറ്റ് ചെയ്യല്ല ചെയ്യുക, സംസാരിച്ചു തുടങ്ങണം. അപ്പം തന്നെ നമുക്ക് ആ കോൺഫിഡൻസ് വരും, നമ്മൾ തന്നെ മാറും. ചിലപ്പം ഈ ചാറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവരും അടിപൊളിയായിരിക്കും കേട്ടോ, അതല്ല ഞാൻ പറയണേ. പക്ഷെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു കമൻ്റ് അല്ല, ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഓറലി വരുമ്പോൾ അത് നടത്തിയ ആൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഹൈ ആയിരിക്കും. അത് ചെയ്യണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. മാം അടിപൊളി ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഷൈനസിനെ പറ്റി ഒരു ക്ലാസ് കേൾക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you. മാം താങ്ക് യു സോ മച്ച്. എനിക്കെല്ലാം ഈ പ്രോബ്ലം ഉണ്ട്. ഞാനൊക്കെ ആക്ച്വലി ഇപ്പം സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഈ വാട്സപ്പിലെല്ലാം വോയിസ് എല്ലാം സെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ പിന്നെ ഓക്കെ ആയി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഷൈനസ്, ഈഗോ, കോൺഫിഡൻസ് എല്ലാം ഒരു ട്രയാങ്കിൾ പോലാണെന്ന് തോന്നുന്നു അല്ലേ?
കാരണം അതെ നമ്മള് മീൻസ് ഷൈനസ് മറയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഈഗോ അല്ലേ ഫോം ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ആ, ഒരു പ്രോസസ് ആണ്. അതൊരാൾക്കും ഇല്ല. നമ്മളായിട്ട് അതെ അതെ സംസാരിക്കുന്ന ആളുകൾക്കൊന്നും നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു തോട്ടാണ്. ചില ആളുകൾ ഉണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള, പക്ഷെ ഉം. അത് ഒന്നോ രണ്ടോ എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മളൊരു 10 ആളുടെ ഇടയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ അല്ലേ ഉള്ളൂ. അത് അപ്പം അങ്ങനെയാണ്. അത് നമ്മൾ വിട്ടുകളയാം. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ, നമ്മുടെ ഷൈനസ് മറച്ചു വെക്കുമ്പോൾ നമുക്ക് അവിടെ അപ്പിയർ ചെയ്യുന്ന ആക്ച്വലി ഒരു ഈഗോ ഫോം അല്ല അല്ലെ വരുന്നത് നമ്മുടെ ഔട്ട്സൈഡിലോട്ട് വരുമ്പോൾ. അതെ എനിക്ക് അതെ അങ്ങനെ തോന്നിയിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ ഫീൽ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്, അടിപൊളിയായിരുന്നു. കാരണം ആതിര മാം പറഞ്ഞ പോലെ റയർ സബ്ജക്ട് ഇത് നമ്മൾ ആക്ച്വലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എല്ലാവർക്കും ഉണ്ട് ഷൈനസ്. നമ്മളിൽ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട്, കുറച്ച് പേര് സൈലന്റ് ആണ്. പക്ഷെ അവര് നമ്മളെക്കാളും പുലികളായിരിക്കാം. അവരുടെ ഒരു ഷൈനസ് കൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ലിഫ്ന മാം. ഇപ്പൊ ലിഫ്ന മാം ഇടയ്ക്ക് പറയാറുണ്ട് ഇതുപോലെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാന് പറയുന്ന എന്റെ അടുത്ത് അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളുടെ അത്തരം വീക്ക് പോയിന്റ് നമ്മൾ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ അറിയുള്ളൂ, അല്ലേ? മറ്റുള്ള ഒരാൾ അറിയുള്ളൂ. അതെ അതൊരിക്കലും തീർച്ചയായും. കാരണം ലിഫ്ന മാം എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എന്നെക്കാളിലൊക്കെ ഹൈ ഇതിൽ നിൽക്കുന്ന പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് നമ്മളടുത്ത് അങ്ങനെ പറയുമ്പോ എന്റെ മൈൻഡിൽ എന്താണ്, ഞാൻ ആ ഒരു ലെവലിലാണ് മാമിനെ കാണുന്നത്. മാം സംസാരിക്കുമ്പോഴായാലും ആ ഒരു ഇത് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് തിരിച്ചിട്ടുന്നത്. പക്ഷെ ചില ചിന്തകളിൽ വരുമ്പോ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ അയ്യോ കോൺഫിഡൻസ് ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് മനസ്സിലാവല്ല ഇവരുടെ വാക്കുകളിൽ നിന്ന്. അപ്പൊ നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട് അല്ലേ, ലിഫ്ന മാമിന്റെ അടുത്ത് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളത് നമ്മളായിട്ട് പറയണ്ട. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളത് പറഞ്ഞിതാക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓവർകം ചെയ്യാനുള്ള അത് മാറ്റിയെടുക്കും. എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഈ ഷൈനസ് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പൊ ഞാനിത് മാം പറയുമ്പോ ഞാൻ ഓർന്നു, അതൊക്കെ ഒരുപാട് മീൻസ് നമുക്ക് ലോസ് ആയി ഫീൽ ചെയ്യുമല്ലോ. അതെ 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 അതൊക്കെ ഉറപ്പായിട്ടും. ആക്ച്വലി ഇത് കേൾക്കുമ്പോ അതങ്ങനെ ഓരോ കണക്ഷൻ അങ്ങനെ പോകുന്നു. അപ്പൊ താങ്ക് യു. ഇത് പറഞ്ഞപ്പോ മാത്രമാണ് ഈ കാര്യം അറിഞ്ഞത്, അല്ലെങ്കിൽ അതെ അതെ അറിയില്ലായിരുന്നു. എന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, എനിക്ക് പണ്ട് തുടങ്ങിയിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ എന്ന് പറയില്ലേ, അത് ഫുള്ള് ഞാൻ ചെയ്യും, നന്നായിട്ട് ലീഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഈ ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇത് അവളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിയർ, നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടാവൂലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അപ്പൊ എന്താ, നമ്മളുടെ ആ ഒരു ചെയ്ത എഫേർട്ടിനുള്ള ഇതാണ് അവര് നമുക്ക് തരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, വേണ്ടാന്ന് അങ്ങോട്ട് വെക്കും. അത് എന്തായാലും ചെയ്യും. പറഞ്ഞോളൂ എന്താ പറഞ്ഞോളൂ. അല്ല പറഞ്ഞോളൂ, നമ്മുടെ ഷെജില മാം പറഞ്ഞപ്പോഴേ എനിക്ക് ഞാനിപ്പോ 2 ദിവസം മുമ്പല്ലേ ഈ പരിപാടി ചെയ്തു. അതായത് ഇപ്പൊ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ 100ാമത്തെ ദിവസമായിരുന്നല്ലോ. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു സജ്ജനയുടെ ഫോട്ടോ വയ്ക്കാം, ഫോട്ടോയുടെ നല്ല ഫോട്ടോ അയച്ചു തരാനൊക്കെ പറഞ്ഞു സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ വേണ്ട സാർ, എന്റെ ഫോട്ടോ വയ്ക്കണ്ട. ഷെജില മാം ഇപ്പൊ പറഞ്ഞ ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ഇതൊക്കെ ചെയ്തു, മോർണിംഗ് സർക്കിളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ വയ്ക്കണ്ട സാർ. അപ്പൊ എനിക്ക് അവിടെ ഒരു ഫിയർ വന്നു. ഒരു എന്താ പറയാ, ഫിയർ എന്നാണോ ആ ഫീലിങ്ങിനെ പറയാനറിയില്ല. അങ്ങനെ പിന്നെ സാറ് പറഞ്ഞു അത് പറ്റില്ല, വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോഴാണ് നമ്മള് സജന മാമിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ ഈ ഒരു മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സജന മാമിന്റെ ആ ഒരു ഫേസ് ആണ് ഓർമ്മ വരിക. അപ്പൊ നമ്മൾ അത്രയും പ്രൗഡോട് കൂടി കാണുന്ന ഒരാളാണ്. അപ്പൊ അതില് അത്രയും ഇപ്പൊ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവും, അത് കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമായിട്ടുണ്ടാവും, പേഴ്സണലി അറിയാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു പോസ്റ്റർ എത്തുമ്പോ അതൊരു വേറെ ഇതാണ് കിട്ടുക അല്ലെ. കുറച്ചും കൂടെ നമ്മളെ നോട്ടീസ് ചെയ്യാനും അല്ലെ, കുറച്ചും കൂടെ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് കൂടുതലല്ലേ ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മളെപ്പോഴും പലപ്പോഴും വേണ്ടാന്ന് വെക്കുന്നത് മടിയുണ്ട്. അതെ അതെ ശരിക്കും. അപ്പൊ ഞാൻ ഈ വിവരം അർച്ചന മാമിന്റെ അടുത്ത് പറഞ്ഞേ, സാറിങ്ങനെ പോസ്റ്ററിൽ ഫോട്ടോ വയ്ക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അർച്ചന മാം എന്നെ നന്നായിട്ട് ഫയർ ചെയ്തു. ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊക്കെ ഇങ്ങനത്തെ ഭാഗ്യം എല്ലാവർക്കും കിട്ടൂല.
ഇങ്ങനെ ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് മറ്റുള്ളവരെ നാലാളെ അറിയണതൊക്കെ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശരിയാണെന്ന് ഇങ്ങനെ തോന്നിയത്. അതെ, അതാണ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ആ ടൈമിൽ കിട്ടേണ്ട സെഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഇതുപോലൊരു അവസരം ഇനി വരണമെങ്കിൽ ചിലപ്പോ 500ാമത്തെ എപ്പിസോഡ് വരേണ്ടി വരും അല്ലേ. അന്ന് ചിലപ്പോ ഇത്രയും നാളുണ്ടായ ആൾക്കാർ ചിലപ്പോ അന്ന് നമ്മള് ചിലപ്പോ അവര് ഇങ്ങനെ പല പല തിരക്കുകളിലായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സ്പോട്ടിൽ ചെയ്യാന്നുള്ളത് അത് അവസരം നമ്മളായിട്ട് പ്രത്യേകിച്ച് എന്റെ ഫോട്ടോ വെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ലല്ലോ, നമ്മളെ തേടി വരുന്നത്. അതാണ് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മളെ തേടി വരുന്നത്. അതൊരിക്കലും നമ്മള് ഈ ഷൈനസിന്റെ പേരും പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചിലപ്പോ നമ്മുടെ ഇതൊക്കെ ഇതെന്താ പറയാ ഫേസും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ആവുക ചെയ്യാം. അത് ഏത് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, പാരന്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കണതായിക്കോട്ടെ. അപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് നമ്മൾ ചെയ്യണം. അതുപോലെ ബാക്കിയൊക്കെ പിന്നെ ഹാർട്ട് ടു ഹാർട്ട് ആണ് വരിക. അത് എൻ്റെ ഒരു അനുഭവം ആട്ടോ. ഷൈനസ് ഓവർകം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. ആദ്യം നമ്മൾ നമ്മളെ തന്നെ നന്നാക്കി പ്രസന്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് എന്താ പറയാ ഹാർട്ട് ടു ഹാർട്ട് ആയിക്കോളും. പല കുട്ടികളും ശ്രദ്ധിക്കാതെ എക്സ്ക്യൂസ് മീ ഷജ്ല മാം, നമ്മുടെ മീൻസ് ഈ മോർണിംഗ് സർക്കിളിൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഇത് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് മീൻസ് നമുക്ക് സെൽഫ് ലവ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ എല്ലാം ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ, ഭയങ്കരമായിട്ട്. ഉറപ്പായിട്ടും എനിക്ക് വരെ ഞാൻ കുറെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് വിമ്പിളിൽ വന്നതിന് ശേഷം ഉറപ്പായിട്ടും എനിക്ക് കുറെ ഇത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾക്ക് കുറെ കഴിവുകൾ ഉണ്ട്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാനാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പൊ ഫൈസൽ സാറിന് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളുടെ ആ ഒരു കഴിവ് അവര് തിരിച്ചറിയുമ്പോ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോ എന്തെന്ന് പറയാ, നമ്മൾ അറിയാണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു അവസരം ഇപ്പൊ സജന മാം പറഞ്ഞില്ലേ അത് വെക്കണ്ടെന്ന് പറയുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഫൗണ്ടറായി വിമ്പിളിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഫൈസൽ സാറിന്റെ ഒപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ നമ്മളൊരു പോസ്റ്ററിൽ വരിക എന്ന് പറഞ്ഞാല് അല്ലേ, അപ്പൊ അത് നമ്മളെ തേടി വന്നൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഉറപ്പായിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ അയ്യോ വേണ്ട ഇപ്പൊ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടുന്നതായിരിക്കും. അപ്പൊ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ എഫേർട്ടിന്റെ ഫലമാണ് അത്. അപ്പൊ അതിന് വേറൊരു ബുദ്ധിമുട്ടും ഇല്ല ശരിക്കും. പിന്നെ സാംസങ് എന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് ബോക്സിൽ കാണുന്നുണ്ട്, ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ? ഹലോ, രണ്ടു അപ്പൊ വാക്കൊന്നും നാളെ മുതലൊക്കെ എല്ലാവരും ഇതിൽ സംസാരിക്കാത്തവരെന്തായാലും മുന്നോട്ട് വരണം. കാരണം വെച്ചാൽ എല്ലാവരും നമ്മളെ പോലെ എല്ലാവരും എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിലുള്ളത്. അപ്പൊ കുറെ പേര് ഇങ്ങനെ നല്ല കഴിവുകൾ ഉണ്ടായിട്ട് ഇങ്ങനെ മാം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ഷൈനസ് കൊണ്ട് ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവരും നാളെ തൊട്ട് മുന്നോട്ട് വരണം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ സാംസങ് എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ് ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പേര് ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് അതായിരുന്നു. ഒന്ന് ഓപ്പൺ ചെയ്യോ? അതെ, സാംസങ് അല്ലേ. നമ്മൾ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി പേരെല്ലാം ചാറ്റിലൂടെയാണ് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആക്ച്വലി ആ ഒരു ചാറ്റ്സിൻ്റെത് മീൻസ് ക്ലോസ് ചെയ്തിട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവര് ഓപ്പൺ അപ്പ് ആവും. ചിലപ്പോ അതിന്റെ സിറ്റുവേഷൻ ആയിരിക്കാം അവരുടെ. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ പറയാം. അവർ നമ്മളെപ്പോഴും മീൻസ് സംസാരിക്കുമ്പോഴേ ഞാൻ എൻ്റെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. ഇപ്പൊ സംസാരിച്ചപ്പോ എനിക്ക് ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എല്ലാം മാറുമല്ലോ. അതെ അതെ. അപ്പോ താങ്ക് യു ഓൾ, എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നതില്.
ഞാൻ പെട്ടെന്ന് ഇന്നലെ സജ്ന അമ്മ പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വന്നത് ഇന്നത് ചെയ്യാനായിട്ട്. അപ്പോ അതെ അതെ, ഇന്നലെ രാത്രി നമ്മൾക്ക് ഇന്ന് എടുക്കേണ്ട ആള് ഒരു റെസ്പോൺസും ഇല്ല. വൈകുന്നേരം വരെ ടോപ്പിക് അയക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആള് എന്തോ ഒരു തിരക്കില് പെട്ടുപോയി. അപ്പൊ രാത്രിയായ സമയത്താണ് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഷെജീല മാമിനോട് ചോദിച്ചപ്പോ പിന്നെ മാം എടുക്കാന്ന് പറഞ്ഞു. മാമിന്റെ ഒരു ചെറിയ കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ്. ജോയിൻ ചെയ്തവർക്കും കമന്റ് ചെയ്തവർക്കും കേട്ടിരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.